നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. മത്സരരംഗത്ത് ഗോത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന ആദിവാസി സംഘടനകൾ. മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ട സംഭവം. റിസോർട്ട് സന്ദർശിക്കാനെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരെ സുഗന്ധഗിരി പ്രദേശവാസികൾ തടഞ്ഞു. CP ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസുകാർക്കെതിരെ FIR തയ്യാറാക്കണമെന്ന മനുഷ്യാവകാശ പ്രവർത്തകർ. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ നടപടി കടുപ്പിച്ച് സഭാ നടപടി. സഭയിൽ നിന്നും പുറത്തു പോകണമെന്നും മുന്നറിയിപ്പ്. പുറത്തുപോയില്ലെങ്കിൽ പുറത്താക്കുമെന്നും ഭീഷണി. മുൻ CPM അംഗവും മാനന്തവാടി നഗരസഭാ സ്വതന്ത്ര കൗൺസിലറുമായ VU ജോയ് കോൺഗ്രസിലേക്ക്. IC ബാലകൃഷ്ണൻ MLA മെമ്പർഷിപ്പ് നൽകി. കോൺഗ്രസിനിത് തിരിച്ചുവരവിന്റെ കാലമെന്ന IC ബാലകൃഷ്ണൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. പോർക്കളം ഒരുങ്ങുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ നാളെ അറിയാം. ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കും. AICC അംഗം ഷാനിമോൾ ഉസ്മാൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉൾപ്പെടെ ദേശീയ നേതാക്കളും സിറ്റിംഗ് MLAയും അടക്കം 4 പേർ അന്തിമ പട്ടികയിൽ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ ഇന്നു രാത്രിയോടെ തീരുമാനിക്കുമെന്നാണ് സൂചന. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കും. ഇതു സംബന്ധിച്ച് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അന്തിമ പട്ടികയിൽ ദേശീയ നേതാക്കളടക്കം 4 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AICC അംഗം ഷാനിമോൾ ഉസ്മാൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ്, വട്ടിയൂർക്കാവ് MLAയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനുമായ K മുരളീധരൻ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, AICC അംഗം KC റോസക്കുട്ടി ടീച്ചർ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയവും നാളെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഹവിൽദാർ ഷിജോ M വർഗീസ്. 17 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷമാണ് ഷിജോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. നിലമ്പൂർ വഴിക്കടവ് പാലോട് സ്വദേശിയാണ് ഷിജോ M വർഗീസ്. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുവാൻ വെറുതെ ഇരുന്നാൽ മതിയാവില്ല എന്ന തിരിച്ചറിവാണ് മത്സര രംഗത്തേക്കിറങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചത്. വിജയപ്രതീക്ഷയുണ്ടെന്നും ഷിജോ വയനാട് വിഷനോട് പറഞ്ഞു. ഞാൻ ഷിജോ M വർഗീസ്, വയനാടാണ് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട് നിലമ്പൂരാണ്. ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ ജനാധിപത്യത്തിൽ നല്ലൊരു മാറ്റം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിന് ആ ജനപ്രതിനിധിയുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ ജനപ്രതിനിധി ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജനങ്ങളുടെ പുറകെ വരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിനായി എൻ്റെ ഈ എളിയവൻ്റെ ഒരു വലിയ ശ്രമമാണ്. അത് ആ ഒരു വികാരം നിങ്ങളിൽ ഓരോ ജനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് അടക്കം 3 മണ്ഡലങ്ങളിൽ ആദിവാസി സംഘടനകൾ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സോഷ്യൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഫോർ ട്രൈബൽ യൂത്ത് ഭാരവാഹികൾ. വയനാട് കൂടാതെ തൃശൂർ, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തും. ഗോത്രയുടെ നേതൃത്വത്തിൽ വിവിധ ആദിവാസി സംഘടനകൾ സംയുക്തമായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണ്ഡലത്തിൽ ആദിവാസി ദളിത് വിഭാഗത്തിൽ 2 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുമെന്നും ഗോത്ര ചെയർമാൻ ബിജു കാക്കത്തോട് പറഞ്ഞു. വളരെ നിർണായകമായിട്ടുള്ള ലോക്സഭ ഇലക്ഷൻ നടത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് വേണ്ട ചർച്ച ശക്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏകദേശം 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് തന്നെ 2 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആദിവാസി ദളിത് പ്രാതിനിധ്യം സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് വേണ്ട പരിഗണന പല മുന്നണികളിൽ നിന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ, ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു പൊതു സ്ഥാനാർത്ഥി ആദിവാസികളും ദളിതരും പിന്തുണയ്ക്കുന്ന മറ്റു
അവരോട് ആഭിമുഖ്യം പുലർത്തുന്ന മറ്റു പ്രസ്ഥാനങ്ങളും മുൻനിര രാഷ്ട്രീയ കക്ഷികളും എല്ലാം പിന്തുണയ്ക്കുന്ന ഒരു പൊതു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. മതേതര സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് കാലഘട്ടം ഏൽപ്പിച്ച ദൗത്യമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസും BJPയും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കൽപ്പറ്റയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരസ്യപ്രചരണത്തിനായി കോടികളാണ് ഇവർ വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ വാഗ്ദാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പരിപാടിയിൽ വി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. ഒരു ദിവസം സെമിനാറിൽ ഞാനും BJPയുടെ ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഇത് വന്നേയാതി ശോഭയൊന്നും ചെറുതാണ്, എന്തോ മഹത്തായ കാര്യം ചെയ്ത പോലെ ഈ കുട്ടി പ്രസംഗിക്കുകയാണ്. APL BPL അന്ത്യോദയ അന്നപൂർണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മോളെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം മര്യാദക്ക് ഉദ്യോഗസ്ഥന്മാരൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ സബ്സിഡിയോടുകൂടി അരി കൊടുത്തിരുന്ന കേരളത്തിൽ സബ്സിഡൈസ്ഡ് റേഷൻ കുറക്കാൻ വേണ്ടി നിങ്ങളെ ഗവൺമെന്റ് കണ്ടുപിടിച്ച സൂത്രമാണ് എബോവ് പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ, അന്ത്യോദയ അന്നപൂർണ്ണ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വിഭജിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ട സംഭവം റിസോർട്ട് സന്ദർശിക്കാനെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരെ സുഗന്ധഗിരി പ്രദേശവാസികൾ തടഞ്ഞു. തങ്ങളെ ദ്രോഹിക്കുന്ന മാവോയിസ്റ്റുകളെ അനുകൂലിക്കുന്ന സമീപനമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് സംഘത്തെ പോലീസ് തിരിച്ചയച്ചു. മാവോവാദി നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ട ലക്കിടിയിലെ ഉപവൻ റെസ്റ്റോറന്റ് സന്ദർശിക്കാനെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരെയാണ് സുഗന്ധഗിരിയിലെ പ്രദേശവാസികൾ തടഞ്ഞത്. ജലീലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ റെസ്റ്റോറന്റ് സന്ദർശിക്കാനെത്തിയത്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ പരിശോധിക്കാൻ പോയിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് ശേഷം ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് വിലയിരുത്താനാണ് തങ്ങൾ എത്തിയതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ DFO സംഘടിപ്പിച്ചിട്ടില്ലേ, DFO പോലീസും സംഘടിപ്പിച്ചിട്ടില്ലേ. അവര് മാസത്തിൽ 1 മണിക്കൂറോളം ഞങ്ങളെ ഹരാസ് ചെയ്യുണ്ടായി. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങള് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ എസ്പിനോട് സംസാരിക്കാൻ വേണ്ടി നമ്പർ ഞങ്ങൾ. എന്നാൽ മാവോവാദികൾ തങ്ങളെ ഇത്രയും കാലം ഉപദ്രവിക്കുകയായിരുന്നെന്നും പ്രളയത്തിൽ ലഭിച്ച അരി പോലും മാവോവാദികൾ തട്ടിയെടുത്തു കൊണ്ടുപോയപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെയും കണ്ടിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പകൽ കാട്ടിൽ തങ്ങുന്ന മാവോവാദികൾ രാത്രിയിൽ തങ്ങളുടെ കോളനികളിലെത്തി അക്രമം നടത്തുമ്പോൾ ആരും തങ്ങളെ സഹായിക്കാനെത്തിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണ്, നിങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ തീർത്തു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ വീടുകളിൽ നോട്ടീസ് ഇട്ട് പോയത്. എനിക്കൊരു നോട്ടീസ് കിട്ടി വായിക്കാൻ. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. അപ്പം ഇവർ പറയുന്നത് പാവങ്ങളെ സഹായിക്കുന്ന പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അവര് ഞങ്ങളുടെ അരി കൊണ്ടുപോയിട്ടും പഞ്ചസാര കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ഈ കാട്ടിലിരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇവര് കൊടുക്കുന്നതല്ലേ? അതെ, ഇവര് ഞങ്ങൾ ഉള്ളത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇവരെ ഒന്ന് നിലയ്ക്ക് നിർത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. പ്രദേശവാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ട മനുഷ്യാവകാശ പ്രവർത്തകരെ തിരിച്ചയച്ചു. വയനാട് വിഷൻ, വൈത്തിരി. ലക്കിടി പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ, പോലീസിനെതിരെ FIR തയ്യാറാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നടക്കുന്നത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം. മാവോയിസ്റ്റ് നേതാവ് CP ജലീലിനെ ഏറ്റുമുട്ടലിനിടയിലല്ല പോലീസ് കൊലപ്പെടുത്തിയതെന്നും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞു. ലക്കിടിയിൽ നടന്ന വെടിവെപ്പ് ഏകപക്ഷീയമായിരുന്നു എന്നതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ അടങ്ങുന്ന വസ്തുതാന്വേഷണ സംഘത്തിന്റെ പ്രധാന ആരോപണം. സംഭവത്തിൽ പോലീസിനെതിരെ FIR തയ്യാറാക്കണം, സുതാര്യമായ അന്വേഷണം വേണമെന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നടക്കുന്നത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ്. മാവോയിസ്റ്റ് നേതാവ് CP ജലീലിനെ ഏറ്റുമുട്ടലിനിടയിൽ അല്ല പോലീസ് കൊലപ്പെടുത്തിയതെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞു. ലക്കിടിയിൽ വസ്തുതാന്വേഷണ സംഘത്തെ തടഞ്ഞത് പോലീസ് സ്പോൺസർ ചെയ്ത സംഘമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇവിടെ വേറൊരു പേർക്കാണ് ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ CPMന്റെ പ്രവർത്തകരാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഇവർ പോലീസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വിജിലൻ്റ് ഗ്രൂപ്പായിട്ട് ഇത്തരം ആളുകൾ പ്രവർത്തിക്കും. ഇതിൽ പങ്കെടുത്ത ഇവിടെയുള്ള പല ആളുകളും ഇപ്പോൾ ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ വസ്തുതാന്വേഷണം നടത്താൻ വേണ്ടി പോയിട്ടുള്ള ആളുകളാണ്. അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഈ കേരളത്തിൽ എന്താണ് ഇത്രമാത്രം രഹസ്യാത്മകമായിട്ട് ഇവിടെ സൂക്ഷിക്കാൻ സർക്കാരിന് എന്താണുള്ളത്? ഇതാണ് ഞങ്ങൾ വരുത്തുന്നൊരു ചോദ്യം. എന്തുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിന് സർക്കാർ ഇത്ര പേടിക്കുന്നതെന്നാണ്? ഇതുമായി ബന്ധപ്പെട്ട FIR എന്ന് പറയുന്നത് ഒരു പൊതു രേഖയാണ്. ഇത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ആർക്കും ഇതിൻ്റെ ന്യായമായ ഫീസ് അടച്ചുകൊണ്ട് ആർക്കും ഇത്
എടുക്കാവുന്ന ഒരു രേഖയാണ്. പക്ഷേ FIR ഇവിടെ ഈ കേസിനകത്ത് സീൽഡ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് കോടതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ FIR-നകത്ത് പറയുന്നത് എന്താണെന്ന് ജനങ്ങൾ അറിയുന്നില്ല, നാട്ടുകാർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പോലീസിന് എന്തോ കൃത്യമായി മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ്. വെടിവെപ്പ് സംഭവത്തിന്റെ തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് റിസോർട്ടിലേക്ക് ആരെയും കടത്തിവിടാതിരുന്നത്. നിലമ്പൂർ വെടിവെപ്പിന്റെ തുടർച്ചയായ നടപടിയായിരുന്നു ലക്കിടിയിലെ വെടിവെപ്പ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും ഇവർ പറഞ്ഞു. വയനാട് വിഷൻ, കൽപ്പറ്റ. മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലയാളിയായ പോലീസിനെ പിരിച്ചുവിടുക എന്ന മുദ്രാവാക്യമുയർത്തി പോരാട്ടം സംഘടനയും പുരോഗമന യുവജന പ്രസ്ഥാനവും നാടുനീളെ പോസ്റ്റർ പ്രചരണം നടത്തുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോ നേതാവ് CP ജലീലിന്റെ സഹോദരൻ CP ജിഷാദും പോസ്റ്റർ പ്രചരണത്തിൽ അംഗമെന്നതും ശ്രദ്ധേയമാണ്. ക്യാമ്പയിന്റെ ഭാഗമായി 23-ന് മാനന്തവാടിയിൽ സെമിനാറും സംഘടിപ്പിക്കാൻ തീരുമാനം. ക്യാമ്പയിന്റെ ഭാഗമായി പോസ്റ്റർ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. ജലീലിന്റെ കൊലയാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക, തണ്ടർബോൾട്ട് പിരിച്ചുവിടുക, ഭരണകൂട ഭീകരത അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിലെ മുദ്രാവാക്യങ്ങൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് 23-ന് മാനന്തവാടി ക്ഷീരസംഘം ഹാളിൽ സെമിനാറും സംഘടിപ്പിക്കും. ബെർണാഡ് ഡി മല്ലോ സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്നും പോസ്റ്ററിലുണ്ട്. വൈത്തിരി ഉപവൻ റിസോർട്ടിൽ വളരെ ഏകപക്ഷീയമായി പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടൽ വ്യാജ ഏറ്റുമുട്ടലാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. പൊതുസമൂഹം ഈ വിഷയത്തിൽ ഞങ്ങളോട് സഹകരിക്കണം. വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടെ വസ്തുതാന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വസ്തുതാന്വേഷണ സംഘത്തെ പോലീസിൻ്റെ ഗുണ്ടകളും നാട്ടുകാരെന്ന ലേബലിൽ പോലീസ് ഗുണ്ടകളെ ഇറക്കി തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഒരു വ്യാജ ഏറ്റുമുട്ടൽ കൊല നടന്നിട്ട് ആ വിഷയം ഒരു FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നുള്ള കാര്യം സുപ്രീം കോടതിയുടെ നിലവിലുള്ള നിയമങ്ങൾക്ക്, വിധി പ്രസ്താവങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭരണകൂടം, സർക്കാർ സംവിധാനങ്ങൾ ഏകപക്ഷീയമായി പോലീസിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ജലീലിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. പോരാട്ടം സംസ്ഥാന കൺവീനർ PP ഷാൻഡോലാൽ, EK ഗോപാലൻ, ജലീലിന്റെ സഹോദരൻ PP ജിഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പോസ്റ്റർ പ്രചരണത്തിന് നേതൃത്വം വഹിക്കുന്നത്. പതിച്ച പോസ്റ്ററുകൾ തണ്ടർബോൾട്ടിന്റെ സഹായത്തോടെ പോലീസ് നശിപ്പിച്ചു കളഞ്ഞതായും ഇവർ ആരോപിക്കുന്നു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ബിഷപ്പിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ നടപടി കടുപ്പിച്ച് സഭാ നേതൃത്വം. സഭയിൽ നിന്നും പുറത്തുപോകണമെന്ന മുന്നറിയിപ്പ്. പുറത്തുപോയില്ലെങ്കിൽ പുറത്താക്കുമെന്നും ഭീഷണി. സിനഡ് തീരുമാനം ലംഘിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് പ്രധാന കുറ്റം. സഭയ്ക്ക് പുറത്തുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സിസ്റ്റർ ലൂസി. ലൈംഗികാരോപണം നേരിടുന്ന ജലാന്തർ ബിഷപ്പിനെതിരെ നടന്ന സമരങ്ങളിൽ പങ്കെടുത്തതിലും സഭയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലും FCC സന്യാസ സമൂഹം സിസ്റ്റർ ലൂസിക്കെതിരെ നടപടി ശക്തമാക്കുകയാണ്. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ഇത് 3-ാം തവണയാണ് FCC സിസ്റ്റർ ലൂസിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. 2 തവണയും സിസ്റ്റർ ലൂസി കാരണം കാണിക്കലിന് മറുപടി നൽകിയിരുന്നു. സഭയിൽ നിന്ന് പുറത്തുപോകണം, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും, പുറത്തു പോകുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം കാണിക്കാനാണ് ഇപ്പോൾ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 16-ന് മുൻപ് മറുപടി നൽകാനാണ് പുതിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സഭയ്ക്ക് പുറത്തുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കത്തിന് വിശദമായ മറുപടി നൽകുമെന്നും സിസ്റ്റർ ലൂസി പ്രതികരിച്ചു. 8 പേജുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് വാർണിംഗ് ലെറ്ററിന് ശേഷം സിസ്റ്ററിനെ ഡിസ്മിസ് ചെയ്തിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. സിസ്റ്ററിന് ഒരു ഷോക്കോസ് നോട്ടീസും കൂടെ തരുവാണ് ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള സമയം ഉപയോഗിക്കുക. പിന്നെ സിസ്റ്ററിന് സ്വയമായി പോകണമെങ്കിൽ പോകാം എന്നുള്ള 2 കൺക്ലൂഷൻസാണ് ഈ 18 പേജുള്ള ലെറ്ററിൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് 2-നും ഞാൻ തയ്യാറല്ല. ഞാൻ അകത്ത് തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങൾ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഞാൻ അതിനാണ് സന്യാസത്തിൽ ചേർന്നതും സന്യാസത്തിൽ ജീവിക്കുന്നതും ഇനി തുടരാൻ ആഗ്രഹിക്കുന്നതും. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. കാർ വാങ്ങിയതും ശമ്പളം മഠത്തിന് നൽകാത്തതും ദാരിദ്ര്യവ്രതത്തിന് വിരുദ്ധമാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഫ്രാങ്കോ ബിഷപ്പിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്തുവെന്ന ആരോപണം നേരത്തെയുള്ള കത്തുകളിൽ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പുതിയ കാരണം കാണിക്കൽ നോട്ടീസിൽ ഇതില്ല. വയനാട് വിഷൻ, മാനന്തവാടി. മുൻ CPM പാർട്ടി മെമ്പറും മാനന്തവാടി നഗരസഭാ സ്വതന്ത്ര കൗൺസിലറുമായ VU ജോയ് കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റും MLAയുമായ IC ബാലകൃഷ്ണൻ ജോയ്ക്ക് മെമ്പർഷിപ്പ് നൽകി. CPMകാരനായ തനിക്ക് പാർട്ടി വേണ്ടത്ര പരിഗണന നൽകാത്തതാണ് കോൺഗ്രസിൽ ചേരാൻ കാരണമെന്ന് VU ജോയ്.
ആദ്യകാലങ്ങളിൽ CPIയിലായിരുന്ന ജോയി പിന്നീട് CPMൽ ചേരുകയും കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പുത്തൻപുര വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും വിജയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് CPM ജോയിയെ പുറത്താക്കിയിരുന്നു. പിന്നീടിങ്ങോട്ട് ഈ അടുത്ത കാലം വരെ ജോയി CPMുമായി സഹകരിച്ചു പ്രവർത്തിച്ചു വരികയായിരുന്നു. തുടർന്ന് നിരവധി തവണ CPM ബ്രാഞ്ച് കമ്മിറ്റികൾ ഉൾപ്പെടെ ജില്ലാ നേതാക്കളോടും പല പ്രാവശ്യം തന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ട് കത്തു നൽകിയിട്ടും യാതൊരു നടപടിയും CPM സ്വീകരിക്കാത്തതിനാലാണ് താൻ കോൺഗ്രസിൽ ചേർന്നതെന്ന് VU ജോയി പറഞ്ഞു. എന്നെ CPMലേക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPMൻ്റെ 4 ജില്ലാ സെക്രട്ടറിമാർക്ക്, ഏരിയ കമ്മിറ്റിക്ക്, ലോക്കൽ കമ്മിറ്റിക്ക്, ബ്രാഞ്ച് കമ്മിറ്റിക്ക്, CPMൻ്റെ എല്ലാവിധ സമുന്നതരായ നേതാക്കന്മാരൊക്കെ കണ്ട് സംസാരിക്കുകയും കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. CPMലേക്ക് സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം, ജോയിനെ സഹകരിപ്പിക്കാനുള്ള തീരുമാനവും അവരെടുത്തതാണ്. അതിനുശേഷവും വീണ്ടും എന്നെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസുമായി സഹകരിച്ച് അതിൻ്റെ ഒരു എളിയ പ്രവർത്തനമായി വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെ ആ പാർട്ടിയിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പ് നൽകൽ ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MG ബിജു അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രിയും AICC അംഗവുമായ PK ജയലക്ഷ്മി, അഡ്വക്കേറ്റ് AK വർഗീസ്, PV ജോർജ്, ജേക്കബ് സെബാസ്റ്റ്യൻ, എക്കണ്ടി മൊയ്തുട്ടി, ഡെന്നീസ് കണിയാരം തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് PV ജോൺ മത്സരിച്ചെങ്കിലും 49 വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് ജോൺ കോൺഗ്രസ് ഓഫീസിനകത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ ഓഫീസിനകത്ത് വെച്ചാണ് ജോയിക്ക് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകിയതും. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ജോയി ചേട്ടൻ നമ്മുടെ പാർട്ടിയോട് കടന്നു വന്നത്. ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് ഒരു 1.5 മാസം മുൻപ് പ്രിയപ്പെട്ട മുജീബ്, പ്രിയപ്പെട്ട ജോർജ് ചേട്ടൻ, നിശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, സംഘടനാപരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ആഴ്ച ജേക്കബ് മാഷ് വിളിച്ചു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. കോൺഗ്രസിനിത് തിരിച്ചുവരവിന്റെ കാലമെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA. ജോയിയെപ്പോലെ പലരും ഇനി കോൺഗ്രസിലേക്ക് വരുന്ന കാലം വിദൂരമല്ലെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ജോയിക്ക് മെമ്പർഷിപ്പ് നൽകിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. മുൻ CPM പാർട്ടി മെമ്പറും മാനന്തവാടി നഗരസഭാ കൗൺസിലറുമായ ജോയിയെപ്പോലെ പലരും ഇനി കോൺഗ്രസിലേക്ക് വരും. CPMൽ നിന്ന് മാത്രമല്ല BJPയിൽ നിന്നുപോലും ആളുകൾ കോൺഗ്രസിലേക്ക് വരും. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ആയിരിക്കുമെന്നും MLA പറഞ്ഞു. ജോയി ചേട്ടൻ പാർട്ടിയിലോട്ട്, കോൺഗ്രസിലോട്ട് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കോൺഗ്രസിലോട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി എടുത്ത നിലപാടുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ചുകൊണ്ട് ഇന്ന് KPCCയുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടിയിലോട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പാർട്ടിയോട് ഒരുമിച്ച് നിന്ന് ഇടപെട്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചത്. അദ്ദേഹം എന്തായിരുന്നു കാടും നാടും വിറപ്പിച്ച വടക്കനാട് കൊമ്പൻ കൂട്ടിൽ ശാന്തൻ. അക്രമ സ്വഭാവം വെടിഞ്ഞ് മുത്തങ്ങ ആനപ്പന്തിയിലെ കൂട്ടിനുള്ളിൽ പാപ്പാൻ നൽകുന്ന ഭക്ഷണവും കഴിച്ച് ശാന്തനായി കഴിയുകയാണ് കൊമ്പൻ. മാസങ്ങളോളം നാടിനെയും കാടിനെയും വിറപ്പിച്ച വടക്കനാട് കൊമ്പൻ കൂട്ടിനുള്ളിൽ ശാന്തനാണ്. മുത്തങ്ങ ആനപ്പന്തിയിലെ കൂട്ടിൽ പാപ്പാൻ നൽകുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അനുസരണയോടെയാണ് വടക്കനാട് കൊമ്പൻ കഴിയുന്നത്. കൂട്ടിലടച്ച ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ആന പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അക്രമ സ്വഭാവമൊന്നും കൊമ്പൻ കാണിക്കുന്നില്ല. കൊമ്പന്റെ ആരോഗ്യനിലയിൽ പൂർണ്ണ തൃപ്തിയാണ്. ഒരു പാപ്പാനെ മുത്തങ്ങയിൽ എത്തിച്ചിട്ടുണ്ട്. കൂട്ടിൽ നിന്നുള്ള പുറം കാഴ്ച ഒഴിവാക്കാനായി കൂട മറച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആനയെ മെരുക്കാനുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു. വയനാട് വിഷൻ, ബത്തേരി. പള്ളിക്കുന്ന് ക്ഷീരോത്പാദക സഹകരണ സംഘം 2015 മുതൽ ആരംഭിച്ച കെട്ടിട നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായി CPM ഏച്ചോം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണസമിതി യോഗം തിരഞ്ഞെടുത്ത സബ് കമ്മിറ്റി സംഘം രേഖകൾ പരിശോധിച്ചപ്പോൾ 30,56,994 രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച യന്ത്രങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി ജില്ലാ ബാങ്കിൽ നിന്നും എടുത്ത 60 ലക്ഷത്തോളം രൂപയുടെ വായ്പാ തിരിച്ചടവും ബാധ്യതയാണ്. ക്ഷീരോത്പാദക സംഘത്തിന്റെ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
പല പരാതികളും ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ബാങ്ക് ഡയറക്ടർമാരായിട്ട് ഒരാളുണ്ട്, ബിജു സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ പല പരാതികളും DD ഓഫീസ് മുതൽ വിജിലൻസിന് വരെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. കഴിഞ്ഞ ജൂണിൽ കൊടുത്ത പരാതിയാണ് DD ഓഫീസിൽ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനൊരു അന്വേഷണം പോലും ഒരു വർഷത്തോളായിട്ടും നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിജിലൻസിന് 2019 ജനുവരിയിലാണ് വിജിലൻസിന് പരാതി കൊടുത്തിട്ടുള്ളത്. ബത്തേരി താലൂക്കിലെ ചെതലയത്ത് വനം വന്യജീവി വകുപ്പിന്റെ കൈവശത്തിലുള്ള മിച്ചഭൂമിയിൽ 4 ഏക്കർ പട്ടികജാതി കുടുംബങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസിൽ ഇരുളം മിച്ചഭൂമി പട്ടികജാതി വർഗ ആക്ഷൻ കമ്മിറ്റിയിലെ 20 പേർ കക്ഷി ചേർന്നു. ഭൂമി പട്ടികജാതി കുടുംബങ്ങൾക്ക് നൽകുന്നതിന് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് കക്ഷി ചേർന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെതലയം ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ കണിയൻ അഹമ്മദ് കുട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി മിച്ചഭൂമി വിതരണം താൽക്കാലികമായി തടഞ്ഞത്. ചെതലയത്ത് റവന്യൂ ഭൂമി 19 കുടുംബത്തിന് 20 സെന്റ് വീതം പകരം ഭൂമി നൽകാമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വിതരണ നടപടി ആരംഭിച്ചത്. ഇത് പ്രദേശവാസിയും ബത്തേരി മുനിസിപ്പാലിറ്റി കൗൺസിലറുമായ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഇത് പൊതു ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് ഹൈക്കോടതിയിൽ സ്റ്റേ ആക്കിയിരിക്കുകയാണ് ഈ ഭൂമി വിതരണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി ആനുകൂല്യം ബാങ്കുകൾ അട്ടിമറിക്കുന്നതായി തിരുനെല്ലിയിലെ കർഷകർ. IFSC കോഡുള്ള ബാങ്കുകളിലൂടെ തുക നൽകണമെന്നിരിക്കെ ആദ്യ ഗഡു 2000 രൂപ ചില ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രമാണ് ലഭിക്കുന്നതെന്നും കർഷകർ. നിലവിൽ IFSC കോഡുള്ള ബാങ്കുകൾ വഴിയാണ് തുക അക്കൗണ്ടിലെത്തുന്നത്. പക്ഷേ ജില്ലാ സഹകരണ ബാങ്കുകളിൽ IFSC കോഡുകൾ ഉണ്ടെങ്കിലും കർഷകർക്ക് ആദ്യ ഗഡുവായ 2000 രൂപ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. SBI, ഫെഡറൽ ബാങ്ക്, മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നീ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉള്ളവർക്ക് മാത്രമാണ് തുക ലഭിക്കുന്നത്. തിരുനെല്ലിയിൽ മാത്രം 6500 കർഷകരാണ് പദ്ധതിക്കായി അപേക്ഷിച്ചത്. സഹായിക്കുന്നതിന് വേണ്ടി കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം 10 ദിവസങ്ങൾക്ക് മുമ്പ് അപേക്ഷ വാങ്ങിയിരുന്നു. എന്നാൽ ജില്ലാ ബാങ്കിൽ അപേക്ഷ കൊടുത്ത ഒരു കർഷകർക്ക് പോലും ഇതുവരെയും അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടില്ല. മറ്റ് എല്ലാ ബാങ്കുകളിലും കൊടുത്ത കൃഷിക്കാർക്കും പൈസ കിട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ അടിയന്തരമായും ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കർഷകർക്ക് ഈ സഹായം കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ സഹകരണ ബാങ്കിലേക്ക് അക്കൗണ്ടുള്ള അപേക്ഷകരുടെ വിവരങ്ങൾ കമ്പ്യൂട്ടർ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും തുക അക്കൗണ്ടിൽ വരാൻ പ്രയാസമാണെന്നാണ് കാട്ടിക്കുളം കൃഷി ഓഫീസർ പറയുന്നത്. അത് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിട്ട് കയറ്റുന്നുണ്ട്. IFSC കോഡോ അക്കൗണ്ട് നമ്പറോ ഒന്നും മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കുറെ അപേക്ഷകൾ ബാങ്കിന്റെ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡ് കറക്റ്റ് ആയിട്ടാണ് വന്നത്. എന്താണ് കറക്റ്റ് റീസൺ നമുക്ക് അറിയില്ല. അപേക്ഷകർ ഇപ്പോഴും എത്തുന്നുണ്ടെന്നും അപേക്ഷകരുടെ കണക്കുകൾ അപ്ലോഡ് ചെയ്തു വരികയാണെന്നും അദ്ദേഹം പറയുന്നു. പണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും കൃഷി ഓഫീസിനില്ല. നേരിട്ട് കേന്ദ്രത്തിലെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും കൃഷി ഓഫീസർ പറയുന്നു. ബാങ്കിംഗ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിവില്ലെന്നാണ് കൃഷി ഓഫീസറുടെ മറുപടി. വയനാട് വിഷൻ, കാട്ടിക്കുളം. എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത പരിസരം വിമുക്തി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റ HIM UP സ്കൂളിൽ നടന്നു. ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മാത്യൂസ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചുറ്റുപാടും ലഹരി വിമുക്ത പരിസരമാക്കാനാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികൾക്ക് ആസ്വാദകരമായ കിറ്റി ഷോ വിനോദ് എറണാകുളം അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് മൊയ്തു കല്ലങ്കോടൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TJ ടോമി, അമീൻ റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ ലഹരി പഠനമായിരിക്കണം, അല്ലെങ്കിൽ കളിയായിരിക്കണം, വിനോദമായിരിക്കണം. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ലഹരിക്കെതിരെ നിങ്ങൾ നോ പറയണം. എന്താ നിങ്ങൾ പറയേണ്ടത്? വ്യക്തമായിട്ടൊരു നോ പറയണം. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ വളരെ പതുക്കെയാണ് ഇതിനകത്ത് അബ്സോർവായി പോകുക. ഒരിക്കലും ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വാർഷിക സമ്മേളനം മാനന്തവാടിയിൽ നടന്നു. മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം OR കേളു MLA ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും മികച്ച ലൈബ്രറി പ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ച മംഗലശ്ശേരി മാധവൻ മാസ്റ്ററെ സമ്മേളനത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഓഖി ദുരന്ത കാലഘട്ടത്തിൽ 3,40,00,000 രൂപ കേരള സംസ്ഥാന ഗവൺമെന്റിന് സംഭാവന ചെയ്ത പ്രസ്ഥാനം, നമ്മുടെ സുനാമി കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ ആരാധനായ ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് കയ്യിൽ 1,06,00,000 രൂപ സംഭാവന ചെയ്ത പ്രസ്ഥാനം, അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായ മത്സ്യ വിഷയങ്ങളിൽ കാർഗിൽ യുദ്ധമായിരുന്നാലും ആന്ധ്രയിലെ കൊടുങ്കാറ്റായിരുന്നാലും ഗുജറാത്ത് സംഭവമായിരുന്നാലും ഒക്കെ എല്ലാ രംഗത്തും നമ്മൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ അധികൃതർ മാനന്തവാടി നഗരസഭാ പരിധിയിലെ കല്ലുമട്ടം കുന്ന് റോഡിൽ നിന്നും കണിയാരം താണാട്ടുകുടി ചൂരിയാറ്റയിൽ ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന റോഡിലെ ഓവുചാലിന്റെ പൈപ്പുകൾ സ്ഥാപിച്ചു. റോഡിലെ ഓവുചാലിൽ നിന്നും വെള്ളം തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചുവിടാനായി വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തുകയും പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. റോഡിലെ ഓവുചാലിൽ നിന്നും വെള്ളം തങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചുവിടാനായി വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സ്ഥലമുടമകൾ രംഗത്തുവരികയും ഇന്നലെ പൈപ്പിടൽ പ്രവൃത്തികൾ തടയുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സ്ഥലമുടമകൾ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ JCB ഉപയോഗിച്ച റോഡ് മുറിച്ച് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുകയായിരുന്നു. ഞാനിവിടെ കൃഷി എടുക്കുന്ന അന്ന് തുടങ്ങി വെള്ളം തികച്ചും ആ പുഴയിലേക്ക് ആ തോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ കൂടിയുള്ള ചാലിക്കുടി കഴിഞ്ഞ പ്രാവശ്യം ഈ ചാല് പൊളിച്ചു വിട്ടിട്ട് എൻ്റെ 600 യോട് കപ്പയും 400 വാഴയും കംപ്ലീറ്റ് നശിച്ചു പോയി. ആ താഴെ ഓട് സൈഡ് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി. എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പം എന്നിട്ട് സൈഡിൽ കൂടി പൈപ്പ് ഇടുക. അവിടെ ഇട്ടാലും എൻ്റെ തോടിന് എൻ്റെ ആ സൈഡിലേക്കാണ് വെള്ളങ്ങൾ തികച്ചു ഇറങ്ങിയിട്ട് എൻ്റെ കൃഷി മുഴുവൻ എനിക്കൊരു കൃഷിയും ചെയ്യാൻ പറ്റാതെ വരും. ഇത് ഫുൾ കായൽ പോലെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഇതാക്കിയിട്ടാണ് ഇതിൽ കൂടി തുറന്നു വിട്ടിട്ടാണ് എൻ്റെ കൃഷി തികച്ചത്. അതിൽ ഈ മെമ്പറാണ് തികച്ചും ഇതിൽ കളി കളിച്ചത്. ഈ കൗൺസിലർ, ഈ വാർഡിൻ്റെ കൗൺസിലറാണ് എല്ലാ കളിയും കളിച്ചത്. നിരവധി പേർക്ക് പ്രയോജനകരമായി മാറേണ്ട റോഡ് പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് പൈപ്പുകൾ സ്ഥാപിച്ചതെന്നും വെള്ളം കയറി കൃഷി നശിക്കുമെന്ന പരാതികൾക്ക് പരിഹാരമായി വെള്ളം ഒഴുകിയെത്തുന്ന കൃഷിസ്ഥലത്ത് കൾവർട്ട് സ്ഥാപിക്കുമെന്നും ഡിവിഷൻ കൗൺസിൽ അബ്ദുൾ ആസിഫ് പറഞ്ഞു. അതേസമയം പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് റോഡ് മുറിച്ച് പൈപ്പ് സ്ഥാപിച്ചതെന്ന് സ്ഥലമുടമകൾ ആരോപിച്ചു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. എടവക പാണ്ടിക്കടവ് ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്ര പാട്ടുമഹോത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി കിരാതമൂർത്തിക്ക് തേങ്ങയേറും കളമെഴുത്തും പാട്ടും ഭദ്രകാളി ദേവിക്ക് കളമെഴുത്തും പാട്ടും നടന്നു. പതിവ് പൂജകൾക്ക് പുറമെ തോറ്റം, കൂറയിടൽ, ഉച്ചപ്പാട്ട്, അന്നദാനം എന്നിവയും ദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യാവേല, അത്താഴപൂജ, മുല്ലക്കാപ്പാട്ടിന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ചൊവ്വാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം വൈകുന്നേരത്തോടെ പാണ്ടിക്കടവ് ജിനരാജ് തരകൻ എന്നിവരുടെ വീട്ടിൽ നിന്നും താലപ്പൊലിയോടെയും വാദ്യമേളങ്ങളോടെയും തിരുവായുധം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. മാനന്തവാടി ശ്രീ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് തിരുവായുധം എഴുന്നള്ളിപ്പും നടന്നു. ഇനി വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ. വയനാടിന്റെ ദേശീയോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇനി 14 രാപ്പകലുകൾ വള്ളിയൂർക്കാവും പരിസരവും ഉത്സവലഹരിയിൽ. ഉത്സവത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് ആയിരങ്ങളാണ് കാവിലമ്മയുടെ അനുഗ്രഹത്തിനായി ക്ഷേത്രസന്നിധിയിലെത്തിയത്. മാർച്ച് 15 മുതൽ 28 വരെയാണ് കാവിലെ ഉത്സവം. വയനാടിന്റെ ദേശീയോത്സവം തന്നെയാണ് വള്ളിയൂർക്കാവ് ഉത്സവം. ഉത്സവം തുടങ്ങി 7ാം ദിവസമാണ് ഇവിടെ കൊടിയേറ്റം. ക്ഷേത്രമൂപ്പൻ കെ കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഒപ്പനയ്ക്ക് പോകൽ 24-ന് നടക്കും. 25-ന് ഒപ്പനവരവും നടക്കും. ഉത്സവത്തിന്റെ 14 ദിവസവും മേലേക്കാവിലും വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറും. മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രമായ മാനന്തവാടി വള്ളിയൂർക്കാവിലെ ഉത്സവം ഇന്നലെ വാളെഴുന്നേൽക്കോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ സ്ഥാനത്തിലാണ് ഇന്നലെ വാള് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ തന്നെ അപൂർവമായിട്ടുള്ള ഭക്തജനത്തിരക്കാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് തൊട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും 28-ാം തീയതി ഉച്ചവരെ അന്നദാനം ഉണ്ടായിരിക്കും. വിവിധ സംഘടനകളാണ് അത് നൽകുന്നത്. അതുപോലെ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് കൂടുതൽ ഗജവീരന്മാരുണ്ടാകും. അതുപോലെ അടിയറയും പ്രാവശ്യം കൂടുതലുണ്ടാകും.
മാർച്ച് 28-ന് താലൂക്കിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും താലപ്പൊലി എഴുന്നള്ളത്തും നടക്കും. 29-ന് പുലർച്ചെ താഴേക്കാവിൽ നടക്കുന്ന കോലംകൊറയോടെ ഉത്സവത്തിന് സമാപനമാകും. വള്ളിയൂർക്കാവിലേതുപോലെ താലൂക്കിലെ വിവിധ ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് തുടക്കമായി. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. വള്ളിയൂർക്കാവ് ആറോട്ട് മഹോത്സവം ആഘോഷ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീച്ച് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വാടേരി ശിവക്ഷേത്രം പ്രസിഡന്റ് MV ശ്രീവത്സനിൽ നിന്നും ക്ഷേത്രം മൂപ്പൻ K രാഘവൻ ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. നഗരസഭാ കൗൺസിലർമാരായ ശ്രീലത കേശവൻ, മഞ്ജുള അശോകൻ, ട്രസ്റ്റിമാരായ H. ഗോപി, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവം ഇന്ന് തുടങ്ങി 28 ദിവസം ആണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് ചരിത്ര ഏടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്, ഒരു ജില്ല കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലയിലെ ചരിത്ര പ്രാധാന്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വള്ളിയൂർക്കാവ് ക്ഷേത്രം. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. മത്സരരംഗത്ത് ഗോത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന ആദിവാസി സംഘടനകൾ. മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ട സംഭവം. റിസോർട്ട് സന്ദർശിക്കാനെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരെ സുഗന്ധഗിരി പ്രദേശവാസികൾ തടഞ്ഞു. CP ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസുകാർക്കെതിരെ FIR തയ്യാറാക്കണമെന്ന മനുഷ്യാവകാശ പ്രവർത്തകർ. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ നടപടി കടുപ്പിച്ച് സഭാ നടപടി. സഭയിൽ നിന്നും പുറത്തു പോകണമെന്നും മുന്നറിയിപ്പ്. പുറത്തുപോയില്ലെങ്കിൽ പുറത്താക്കുമെന്നും ഭീഷണി. മുൻ CPM അംഗവും മാനന്തവാടി നഗരസഭാ സ്വതന്ത്ര കൗൺസിലറുമായ VU ജോയ് കോൺഗ്രസിലേക്ക്. IC ബാലകൃഷ്ണൻ MLA മെമ്പർഷിപ്പ് നൽകി. കോൺഗ്രസിനിത് തിരിച്ചുവരവിന്റെ കാലമെന്ന IC ബാലകൃഷ്ണൻ MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.